മുംബൈയിൽ നിന്നും നരേന്ദ്ര ഷെട്ടിയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. വിൽമാക്സ് ഗ്രൂപ്പിന്റെ MD നരേന്ദ്ര ഷെട്ടിയാണോ? ആ അതേടാ. മൂന്നാറിൽ അവരുടെ ഒരു വലിയ പ്രോജക്റ്റുമായി അച്ഛൻ ഡിസ്കഷനിലായിരുന്നു. ഷെട്ടി എന്നെ നേരിൽ കാണാൻ ക്ഷണിച്ചിരിക്കുക. മൈ ഗോഡ്! അമ്മുവിന്റെ സമ്മതം കിട്ടിയ ഉടൻ ദൈവം കൊണ്ടു തന്ന ഭാഗ്യമായിട്ടാ ഞാനിതിനെ കാണുന്നേ. അത് സത്യ സച്ചി. അമ്മുവിന്റെ നാട്ടിൽ ഞാൻ പോയതല്ലേ. അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അമ്മു ഭാഗ്യം തരുന്ന പെണ്ണാണെന്ന്. സച്ചി കേട്ടത് സത്യം തന്നെയാ. സിദ്ധിമുത്തി പറഞ്ഞത് എത്ര വാസ്തവം. എന്നാ നീ പോകുന്ന? നാളെ തന്നെ. അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആവണ്ടേ? നിനക്ക് എന്തറിയാൻ സ്വാതി? നരേന്ദ്ര ഷെട്ടിക്കാണോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആക്കാൻ പ്രയാസം? എല്ലാ ഏർപ്പാടും അവർ ചെയ്തു കഴിഞ്ഞു. കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും. അപ്പോഴേക്കും അമ്മു താലി അഴിച്ചു വെച്ചിരിക്കും. നീ സന്തോഷത്തോടെ പോയിട്ടോടാ. പിന്നെ ദിവസവും അമ്മുവിനെ വിളിക്കാൻ മറക്കരുത്. അതൊരു നല്ല സൈക്കോളജി ആണെന്ന് നീ എനിക്ക് ഉപദേശിച്ചു തരണോ? ഷെട്ടി ഗ്രൂപ്പിന്റെ GM. ഹലോ, എനിക്ക് സച്ചിക്ക് അമ്മ കൊണ്ടുവന്ന ഭാഗ്യം ഞാൻ അവളോട് പറയട്ടെ. ഇങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ലച്ചു, അവള് ഭാഗ്യദേവത തന്നെയാ. ആ ഭാഗ്യം സച്ചിക്കുള്ളതാ. നന്ദിയുണ്ട് ഭഗവാനെ. അമ്മു എന്റെ മകളെ തന്നെയാ. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഞാൻ എത്രയോ തവണ മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സച്ചി ഇവിടെ വന്നതും അമ്മുവിനെ കണ്ട് ഇഷ്ടപ്പെട്ടതും ഭഗവാന്റെ കൃപാകടാക്ഷം എന്നല്ലാതെ മറ്റെന്താണ്? അവള് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഭഗവാൻ അവൾക്ക് കൊടുത്ത വരദാനമായിട്ടേ ഞാനിതിനെ കരുതൂ. പുറത്തുനിന്ന് ഒരാള് വന്ന ഒരിക്കലും അവള് ഒരു വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. അതിനായി അവൾക്ക് അനുരൂപനായ ഒരാളെ ഭഗവാൻ കൊണ്ടുവന്നു. സന്തോഷം മുഴുവനും എനിക്കാ. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ. മോളിവിടെ നിൽക്കായിരുന്നോ? ചായയായിട്ട് ഞാൻ അമ്മയുടെ റൂമിൽ പോയിരുന്നു. അമ്മ പതിവില് നേരത്തെ എഴുന്നേറ്റല്ലേ? എന്താന്നറിയില്ല, രാവിലെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴാനാ തോന്നിയത്. സച്ചി അതിരാവിലെ പോകുന്നത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. നീ എന്താ കിച്ചണിലുണ്ടായിട്ടും അവനെ യാത്രയാക്കാൻ വരാതിരുന്നേ? ഇറങ്ങാൻ നേരം സ്വാതിയോട് അവൻ ചോദിക്കുന്നത് കേട്ടു. ഞാൻ ബാത്റൂമിലായിരുന്നമ്മേ. ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ മനസ്സ് വലിയ സന്തോഷത്തിലെ മോളെ. എന്റെ മനസ്സിൽ എന്താണെന്ന് മാത്രം അമ്മ അറിയുന്നില്ല. അത് അമ്മയോട് പറയാനും കഴിയില്ല. ദൈവം പരീക്ഷിക്കുമ്പോഴും സന്തോഷവും തരും. സച്ചി നിന്റെ കഴുത്തിൽ താലി കിട്ടുമ്പോ ഒരു പെറ്റമ്മയുടെ ആനന്ദം എനിക്ക്. മുകുന്ദേട്ടനും സച്ചിയുടെ അച്ഛൻ സേതുവേട്ടനും തമ്മിലുള്ള ബന്ധം തന്നെയാ സഞ്ജുവും സച്ചിയും തമ്മിലുള്ളത്. സത്യം പറഞ്ഞ സേതുവേട്ടന്റെ കുടുംബത്തിലേക്ക് നിന്നെ ഞാൻ അയക്കുന്നത് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന. നിന്റെയും സച്ചിയുടെയും വിവാഹം നടക്കുന്നതോടെ സച്ചി എനിക്ക് മരുമകനാവുക. ആ വീട്ടുകാരെന്നെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ കുറവുകളും അയോഗ്യതകളും മറന്നിട്ടാണോ അമ്മ സംസാരിക്കുന്നത്? അവൾക്ക് നന്നായിട്ട് അറിയാം. അറിയാത്തത് ശ്രീദേവിക്ക.
നീ ആദ്യം വിസമ്മതം പറയാനുള്ള കാരണം അതാണെന്ന് എനിക്കറിയില്ല മോളെ. ഒരു സംശയവും നിനക്ക് വേണ്ട. സേതുവേട്ടനെ നിനക്ക് അറിയാഞ്ഞിട്ടാ. ആ അച്ഛന്റെ ഗുണങ്ങളാ മോളെ സച്ചിക്കുള്ളത്. നീ അത് പറയും ശ്രീദേവി. നിന്നെ ഈ കുടുംബത്തിൽ കയറ്റാൻ മുകുന്ദേട്ടൻ ഒത്താശ ചെയ്തു കൊടുത്തത് അയാളല്ലേ? മകൻ അതുപോലൊരു പെണ്ണിന്റെ കൈ പിടിക്കാൻ നിൽക്കുമ്പോ അയാളുടെ തനി നിറം നീ കാണും. ഞാനൊരു അനാഥയാണെന്നത് പോട്ടെ. നിന്റെ കല്യാണ കഥയല്ലേ പറയാൻ പോന്നേ? അച്ഛനും അമ്മയും സഞ്ജുവും ഞാനും നിന്നെ അനുകൂലിക്കുമ്പോ സേതുവേട്ടൻ അറിയാം അതെന്തുകൊണ്ടാണെന്ന്. സ്വന്തം അച്ഛന് നൽകിയിരിക്കുന്ന സ്ഥാനം തന്നെയാ സേതുവേട്ടൻ മുകുന്ദേട്ടന്റെ അച്ഛന് നൽകിയിരിക്കുന്നത്. സച്ചി തിരിച്ചു വരട്ടെ. അവൻ അച്ഛനോട് വിവാഹക്കാര്യം സംസാരിക്കും. പിന്നാലെ സേതുവേട്ടനോ ഇവിടെ വരും. വരുന്നത് മകനെ കുഴിയിൽ ചാടിച്ചതിന് കണക്ക് ചോദിക്കാനായിരിക്കും. നിന്നെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാനോ അച്ഛനോ തള്ളിവിടുന്നു നീ കരുതുന്നുണ്ടോ മോളെ? നെല്ലിശ്ശേരി തറവാടിലേക്ക് നിന്നെ അവര് കൊണ്ടുപോകുന്നത് ആർഭാടപൂർവ്വം വിവാഹം നടത്തി തന്നെയാവും. ഇനി അതോർത്ത് ഒരു ടെൻഷനും മോൾക്ക് വേണ്ട. അല്ല, അച്ഛന് ചായ കൊടുത്തോ? മുത്തശ്ശന് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. മോള് ചെല്ല്. ശ്രീദേവിയുടെ ഉപദേശവും ആശ്വാസവാക്കുകളും ഒക്കെ കേട്ട് കോരിത്തരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. രണ്ടാം കെട്ടുകാരിക്ക് ആർഭാടപൂർവ്വമുള്ള വിവാഹം. ശ്രീദേവി ഏത് ലോകത്താ ജീവിക്കുന്നേ? അല്ലെങ്കിലും ശ്രീദേവിക്ക് ഇതെല്ലാം ഭാവനകളാണല്ലോ. ഭർത്താവ് മരിച്ച് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കഴുത്തിൽ താലി അണിഞ്ഞ് നടക്കുന്നവൾക്ക് ചിത്തഭ്രമം അല്ലാതെ മറ്റെന്താ? എല്ലാവർക്കും കവിത ചേച്ചിയെ പോലെ എല്ലാം തികഞ്ഞവരാവാൻ പറ്റുമോ? നീ അത് കണ്ടിട്ടൊന്നും കുളിര് കോരണ്ട. സച്ചിയുടെ അച്ഛൻ സേതുമാധവനല്ല നെല്ലിശ്ശേരിയിലെ കാര്യങ്ങൾ നോക്കുന്നത്. അയാളുടെ മരുമകൾ അവന്തികയാ. അന്തസ്സും കുലീനതയുള്ള സ്ത്രീ അവൾ. അവൾക്കൊപ്പം നിന്നെ ഇരുത്തിയത് തന്നെ. ഞാനായിട്ട് പോകുന്നതല്ലല്ലോ കവിതേച്ചി. ആ കുടുംബത്തിൽ അവകാശമുള്ള ഒരാള് കൂട്ടിക്കൊണ്ട് പോണതല്ലേ. എന്റെ കാര്യം അയാള് നോക്കിക്കോളും. സച്ചി വരുന്നതിന് മുൻപ് ഇവളോടുള്ള എന്റെ കണക്കുകൾ എനിക്ക് തീർക്കണം. പിന്നെ അവൾ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പുണ്ടാവില്ല. മീറ്റിംഗ് ഓഫീസിൽ വെച്ച് വേണ്ടെന്ന് അയാൾ പറയാൻ എന്താ കാരണം? പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം പുറത്താരും അറിയണ്ടെന്ന് അയാൾ പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു നെഗറ്റീവ് തോന്നുന്നുണ്ടല്ലോ രാജീവേട്ടാ. സഞ്ജു അതൊരു വിഷയമായി കാണണ്ട. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. സഞ്ജു അങ്ങോട്ട് വന്നാ മതി. ശരി, രാജീവേട്ടൻ കവിതപ്പച്ചി കൂടി ഒന്ന് ഇൻഫോം ചെയ്തേക്ക്. ഞാൻ അറിയിക്കാം. ശരി. സച്ചി എയർപോർട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ഇപ്പൊ അവൻ ഫ്ലൈറ്റിലാവും. ഇറങ്ങാൻ നേരം അമ്മൂനൊന്ന് കാണാൻ സച്ചി ശ്രമിച്ചതാ. പാവം, മനസ്സെവിടെ വെച്ചിട്ടാ സച്ചി പോയത്. എന്താ പെട്ടെന്ന് ഗ്ലൂമി ആയത്? സച്ചിയും അമ്മും തമ്മിലുള്ള ബന്ധം വല്യപ്പച്ചിക്കും കവിതപ്പച്ചിക്കും തീരെ താല്പര്യമില്ലല്ലേ? അവർ രണ്ടുപേർക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എനിക്കത് മനസ്സിലായി. ഈ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാവും. അതിന് മുന്നേ നിൽക്കുന്നത് കവിതപ്പച്ചിയാ. എന്റെ അമ്മയൊട്ടും പിന്നിലല്ല. കവിതയിളയമ്മ അമ്മുന്റെ മുഖത്ത് കോഫി ഒഴിച്ചത് തെറ്റായി കാണാത്തതേ ഈ വീട്ടിൽ ഒരാളേ ഉള്ളൂ, എന്റെ അമ്മ. അമ്മയിളയമ്മയും ചില കുത്തിത്തിരിപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനുദാഹരണമാ ഐസ്ക്രീം പാർലറില് സഞ്ജു അമ്മുവും കൂടിക്കാഴ്ച നടത്തിയ സംഭവം. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. ശരിക്കും എന്താ അവരുടെ പ്രശ്നം? അമ്മ തന്നെയാണോ? അതിലെന്താണ് സംശയം? അവർക്ക് വേണ്ടതൊരൊറ്റ കാര്യമാ, അമ്മൂനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇപ്പോ സച്ചിയായുള്ള അവളുടെ വിവാഹം കൂടെ നടക്കുമെന്ന് കേട്ടാ സഹിക്കാൻ പറ്റുമോ? അമ്മുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു.
ആരെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും സച്ചി അമ്മൂനെ സ്വീകരിക്കും. എനിക്ക് നിന്നോട് പറയാനുള്ളത് അമ്മൂന്റെ വിഷയത്തിൽ പിടിച്ച് നീ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് വഷളാക്കരുതെന്ന്. സഞ്ജു അത് വിട്ടേക്ക്. അമ്മൂനെതിരെ ആരെന്ത് പ്രവർത്തിച്ചാലും ഞാൻ കണ്ടില്ലെന്ന് ഭാവിക്കില്ല. പ്രതികരിക്കുക തന്നെ ചെയ്യും. സഞ്ജുവിനവള് അമ്മയെ നോക്കാമെന്ന പെണ്ണ് മാത്രം. എനിക്കങ്ങനെയല്ല. കവിതയിളയമ്മ ഇനിയും പലതും കാണിക്കും. അത്രയ്ക്ക് അസൂയ അമ്മൂനോട്. അത് കണക്കാക്കി തന്നെ ഞാൻ നിൽക്കുന്നത്. ഒരു കണക്കിന് ഈ സമയം ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി. സ്വാതിയിൽ നിന്ന് അതല്ല ഉണ്ടാവേണ്ടത്. എന്റെ അമ്മയെ കണ്ടുപഠിക്കാനൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആർക്കും വിഷമമുണ്ടാവാതെ പ്രോബ്ലം സോൾവ് ചെയ്യാനാ സ്വാതി ശ്രമിക്കേണ്ടത്. ഞാനെന്താ ഒരു ഭാര്യയുടെ റാങ്കിലേക്ക് ഉയർന്നു ചേട്ടാ? ഈ വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായാലും അത് നമ്മുടെ റിലേഷൻഷിപ്പിനെയോ കല്യാണത്തെയോ ഗുരുതരമായിട്ട് ബാധിക്കും. നമ്മുടെ ബന്ധത്തെ അതെങ്ങനെ ബാധിക്കുന്നു സഞ്ജു പറയുന്നേ? അവര് ലക്ഷ്യം വെക്കുന്നത് അമ്മൂനെയല്ലേ? അത് പരോക്ഷമായിട്ട് വന്ന് കൊള്ളുന്നത് എന്നെയാണെന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? സഞ്ജു എന്തിനാ ഇതിലൊക്കെ ടെൻഷൻ ആവുന്നത്? എടോ, ഏതു പ്രശ്നവും തുടങ്ങുന്നത് പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നാണെന്ന് സ്വാതി മനസ്സിലാക്കുക. പക്ഷേ അത് ചെന്ന് നിൽക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലാവും. അന്നേരം സ്നേഹിച്ചു നിന്നവർ തന്നെ ശത്രുക്കളായി രണ്ട് ചേരിയിലാവും. നമ്മളൊരിക്കൽ പിണങ്ങി അകലാനുള്ള കാരണം സ്വാതി മറന്നുപോയോ? നമ്മൾ ആരും അറിയാതെ വിവാഹം കഴിച്ചെന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞത് വലിയ കൊടുങ്കാറ്റിൽ കലാശിച്ച്. അന്ധമായി സ്നേഹിക്കുന്നവരകന്നു പോയാൽ പിന്നെ ഒരു കൂടിച്ചേരൽ പ്രയാസോ. അന്ധമായി സ്നേഹിക്കുന്നവരാ അന്ധമായി വെറുക്കുന്നതും. ഇത്രയ്ക്കൊക്കെ വേണോ സഞ്ജു? എന്റെ ഉള്ളിലെ ഉൾക്കണ്ട നിനക്കറിയില്ല സ്വാതി. ഇനി അങ്ങനൊരു അകൽച്ച നമുക്കിടയിൽ വന്നൂടാ. എനിക്കത്രേ നിന്നോട് പറയാനുള്ളൂ. ഇനി ഒരിക്കലും അതുണ്ടാവില്ല സഞ്ജു. ഒന്നിച്ച് ജീവിക്കാൻ എല്ലാം ഉപേക്ഷിച്ച് സഞ്ജുവിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായവളല്ലേ ഞാൻ. കല്യാണം കഴിഞ്ഞ് സഞ്ജുവായി ഞാൻ അടിപിടി കൂടാൻ വരും. ബെസ്റ്റ്. എങ്കിലേ നീ എന്റെ ഗേൾഫ്രണ്ടായി തന്നെ ഇരുന്നാ മതി. അതെനിക്ക് സുഹിച്ചു മോനെ. മനസ്സിൽ വെച്ചാ മതി. നിന്നെ അന്വേഷിച്ച് അമ്മ വരുന്നുണ്ട്. പാവം, അവളിതുവെല്ലാം പ്രതീക്ഷിച്ചതാണോ? അവളെ മനസ്സിൽ ധ്യാനിച്ച ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ. ചേച്ചിയുടെ റൊമാൻസേ അവളൊന്ന് കാണട്ടെ. ഞാൻ ഇറങ്ങട്ടെ, രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. പുറത്തു പോണോന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഉടനെ പോവും. ഓക്കെ, സീ യു. സഞ്ജു, എന്താ? ലവ് യു. അതെ, ചായ. അമ്മ ഇവിടെ വന്ന് വിളിച്ചു നിൽക്കുവാണോ? ചേച്ചി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിനെന്താ ഉണ്ടായത്? ഞങ്ങള് സീരിയസ് ആയിട്ട് സംസാരിച്ചത് മറ്റൊരു കാര്യമാ. സഞ്ജു ചില സംശയങ്ങൾ പറയുമായിരുന്നു. എന്നെ സഞ്ജുവിനെ തമ്മിൽ അകറ്റാൻ മാത്രം എന്തോ സംഭവിക്കാൻ പോകുന്നു. അയ്യോ, ചേച്ചിയുടെ ആളെന്താ അങ്ങനെ പറയുന്നേ? വിഷയം മറ്റൊന്നുമല്ല, നീ തന്നെയാ. അമ്മയും കവിതയിളയമ്മയും നിന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുമല്ലേ. അതിന്റെ പേരില് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ പോയാ മറ്റുള്ളവർ കൂടി അതിൽ ഇടപെടും. സഞ്ജുവിന്റെ അമ്മയും
എന്റെ അമ്മയും തമ്മിൽ ഏറ്റുമുട്ടുമെന്നുള്ള പേടിയാ സഞ്ജുവിന്. അദ്ദേഹം പറയുന്നത് ശരിയല്ലേ ചേച്ചി? ഒരു പ്രശ്നം ഉണ്ടായാ നിങ്ങൾ അമ്മമാരുടെ ഭാഗത്തേ നിൽക്കൂ. എന്നെ ഓർത്ത് ഒരു വഴക്കിനും ചേച്ചി പോവരുത്. പിന്നെ നിന്നെ ഞാൻ അവർക്ക് തട്ടിക്കളിക്കാനായിട്ട് കൊടുത്തിട്ട് വേണ്ടേ? ആ, എനിക്കൊന്ന് പുറത്തു പോണം, വന്നിട്ട് കാണാം. ഞാൻ ലൂക്കോ പാലമറ്റത്ത്. നമ്മൾ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാ. സഞ്ജയ് പണിക്കർക്ക് ഒരു അവാർഡ് കിട്ടിയില്ലേ, മികച്ച യങ് ബിസിനസ്മാനുള്ള അവാർഡ്. ടിവിയിലും ന്യൂസ് പേപ്പറിലുമൊക്കെ വാർത്തയുണ്ടായിരുന്നു. അന്ന് ഞാൻ വിളിച്ച അഭിനന്ദനം അറിയിച്ചിരുന്നു. താങ്ക് യു. താങ്കളെ പറ്റി കേട്ടിട്ടുണ്ട്. കേൾക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, ഉള്ളത് പറയാമല്ലോ. ലൂക്കോ ആരെയും അങ്ങോട്ട് ചെന്ന് കാണാറില്ല. ആളായാലും പണമായാലും ലൂക്കോ ഇരിക്കുന്നിടത്തേക്കാണ് വരാറ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം സർ. വരാം. അതിനു മുമ്പ് ഞാനൊരു പഴയ ക്ലയന്റ് ആണെന്ന് കൂടി അറിയിക്കണ്ടായോ? സിറ്റിയിലെ എന്റെ ബാർ ഹോട്ടൽ 10-30 കൊല്ലം മുമ്പ് പണിതു തന്നത് മംഗലശ്ശേരി ഗ്രൂപ്പാ. അന്ന് നിങ്ങൾ ഇത്രയ്ക്കൊന്നും ആയിട്ടില്ല. പിന്നെ ഈ ചുറ്റുവട്ടത്ത് എത്രയോ വമ്പൻ കെട്ടിടങ്ങൾ വന്നു. എന്നിട്ടെന്താ, അതിപ്പോഴും തലയെടുപ്പോടെ അവിടെ നിൽപ്പുണ്ട്. മുകുന്ദേട്ടനാ അത് ചെയ്തത്. ഞാനൊരു പുതിയ പ്രോജക്റ്റ് കൊടുത്തു വിട്ടിരുന്നു. 30 വർഷത്തിന് ശേഷമാ ലൂക്കോ മംഗലശ്ശേരി ഗ്രൂപ്പിനെ സമീപിക്കുന്നത്. ഞങ്ങളത് സ്റ്റഡി ചെയ്തു സർ. സഞ്ജു എറണാകുളത്ത് പോയപ്പോഴാ പ്രപ്പോസൽ വന്നത്. ഞാനത് സഞ്ജുവിനെ അറിയിക്കുകയും ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്. സഞ്ജു പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. 14 വില്ലകളുടെ പ്രോജക്റ്റാ. വില്ല ഒന്നിന് 1 കോടി എസ്റ്റിമേറ്റ്. മംഗലശ്ശേരി ഗ്രൂപ്പ് തന്നെ ഇത് പൂർത്തിയാക്കി തരണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് തന്നതിന് സാറിനോട് നന്ദിയുണ്ട്. ഇത് ഒരു ചെറിയ അഡ്വാൻസായി കരുതിയാൽ മതി. 1 സിയുടെ ചെക്സ് ആണ്. എഗ്രിമെന്റിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അഡ്വാൻസ് വയ്ക്കാം. 1 വർഷത്തിനുള്ളിൽ പണി കഴിഞ്ഞ് കീ എനിക്ക് തരണം. അതുമാത്രമാണ് എൻ്റെ ഒരു ഡിമാൻഡ്. എഗ്രിമെന്റ് സമയത്ത് മതി ഈ അഡ്വാൻസ് ഒക്കെ. മാത്രമല്ല, ഞാൻ ഈ ഫയൽ നോക്കിയിട്ടില്ല. ലൂക്കോ വെച്ചത് തിരിച്ചെടുത്ത ശീലമില്ല. പ്രോജക്റ്റ് നന്നായി പഠിച്ചിട്ട് മതി എഗ്രിമെന്റ്. താല്പര്യമില്ലെങ്കിൽ ചെക്ക് തിരികെ വാങ്ങിക്കൊള്ളാം. വിഷയം തീർന്നില്ലേ? ആ, ലൂക്കോ ഇറങ്ങുവാണേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ തന്നെ എനിക്കിത് ചെയ്തു തരണം. മറ്റാരെ ഏൽപ്പിച്ചാലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല. അയാളെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. അപ്പച്ചൻ രാജീവേണ്ണ നിർബന്ധിച്ചിട്ടാ ഏറ്റെടുക്കാന്ന് ഞാൻ സമ്മതിച്ചത്. സഞ്ജു, നമ്മൾ എന്തിനാ അയാളുടെ ബിസിനസ്സുകളെ പറ്റി അന്വേഷിക്കുന്നത്? നമുക്കിത് നല്ല നേട്ടം ഉണ്ടാവുന്ന പ്രോജക്റ്റാ. 14 വില്ലാസ്. ലൂക്കോയുടെ സംസാരത്തിൽ ഇപ്പൊ തന്നെ ബിസിനസ് ആയ രീതിയില. ഐ തിങ്ക് സോ. നമുക്ക് ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. നമുക്കിത് ചെയ്യാം സഞ്ജു. അയാൾ 1 കോടിയുടെ ചെക്ക് തന്നത് കാര്യമാക്കണ്ട. എഗ്രിമെന്റ് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യണം. യെസ്, ഓഫ് കോഴ്സ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ. പിന്നെ സിവിൽ സ്കോർ, മറ്റെന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് എല്ലാം ചെക്ക് ചെയ്യണം. ഷുവർ. രാജീവേട്ടനോട് ലീഗൽ അഡ്വൈസർ ശർമാജി ഒന്ന് കാണാൻ പറയണം. യാ, ദാറ്റ് ഓൾസോ. ഓക്കെ, എനിക്കൊന്ന് പുറത്തു പോണം അപ്പച്ചി. ഓക്കെ, മോൻ ചെന്നോളൂ, ഞാൻ വീട്ടിലേക്കാ. ഈ പ്രോജക്റ്റ് സഞ്ജു വേണ്ടാന്ന് വയ്ക്കും. അവന്റെ ഫൈനൽ ഡിസിഷൻ അത് തന്നെയായിരിക്കും. തിരിച്ചടി കിട്ടാൻ പോകുന്നത് എനിക്കാ. പക്ഷേ 1 കോടിയുടെ ഈ ചെക്ക് ലീഫുകൾ വച്ച് കവിതയ്ക്കൊരു കളിയുണ്ട്. സഞ്ജു അതിൽ കുരുങ്ങും. പ്രോജക്റ്റ് അവന് ചെയ്യേണ്ടി വരും.